മോഡിയുടെ സർക്കാർ BJP സർക്കാരല്ല, NDA സർക്കാരാണ് എന്ന് നമ്മൾ പറയാറ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. പ്രധാന സഖ്യകക്ഷികളായ TDPയുടെയും അതുപോലെ JDUവിൻ്റെയും സഹായമില്ലാതെ അവർക്ക് ഭരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലരും സംശയിച്ചത് കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ അവർ സമ്മർദ്ദം ചെലുത്തും, പ്രധാന വകുപ്പുകളൊക്കെ അവർ വാങ്ങുമെന്നാണ്. അന്ന് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാനത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം JDUവിനും TDPക്കും ഒന്നും തൽക്കാലം കേന്ദ്രത്തിൽ വലിയ താല്പര്യമില്ല. അവിടെ ഒരു മന്ത്രി ഏത് സ്ഥാനം വേണം എന്നുള്ളതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം മോഡി നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം, ഇവർ രണ്ടുപേരും തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഉയർത്താവുന്ന വാദങ്ങളാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതാ ശരിയായി വരുന്നു. JDU ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ബീഹാറിന് പ്രത്യേക പദവി വേണം. ബീഹാറിന് പ്രത്യേക പദവി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഫണ്ട് വേണം, പ്രത്യേകമായ സംഗതികൾ വേണം, ഇതൊക്കെ കൊടുക്കണം. അപ്പൊ ബീഹാറിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റുമോ മോഡിക്ക്? ബീഹാറിന് മാത്രം കൊടുത്താൽ UPയിലെ യോഗി ആദിത്യനാഥ് വെറുതെ ഇരിക്കോ? അല്ലെങ്കിൽ രാജസ്ഥാൻ വെറുതെ ഇരിക്കോ? മധ്യപ്രദേശ് വെറുതെ ഇരിക്കോ? മോഡിയെ ഒരുമാതിരി കുഴപ്പത്തിലാക്കുന്ന ഒരു ആവശ്യമാണ് JDU ഉന്നയിച്ചിട്ടുള്ളത്. അവർക്കിന്ന് വലിയ ബാർഗെയിനിങ് പവറുണ്ട്. കാരണം അവർ ചോദിച്ചാൽ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ഇവരുടെ NDA സഖ്യത്തിൽ വലിയ വിള്ളൽ വീഴും. മാത്രവുമല്ല, അടുത്ത മാസങ്ങൾക്കകം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU കൂടെയില്ലെങ്കിൽ BJPക്ക് ഒരു സാധ്യതയും അവിടെയില്ല. JDU നേരെ മറിച്ച് RJDയുടെയും കോൺഗ്രസിന്റെയും സഖ്യത്തിൽ, തുടക്കത്തിൽ ഇന്ത്യ സഖ്യം വന്നതുപോലെ വന്നാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരം അതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ബീഹാർ മുഖ്യമന്ത്രിയായി തുടരണമെന്നുണ്ടെങ്കിൽ പോലും അതാണ് സാധ്യതയുള്ളത് എന്ന് വന്നാൽ, അങ്ങനെ വന്നാൽ ഒരുപക്ഷെ നിതീഷ് കുമാറിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പോലും ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്താൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കലക്കലുണ്ടാവും. BJDയുടെയൊക്കെ നിലപാടുകൾ അതിൽ വളരെ നിർണായകമാണ്. അവരിപ്പോൾ ഇന്ത്യ സഖ്യത്തോടൊപ്പമില്ല, NDA സഖ്യത്തോടൊപ്പമില്ല. അതുപോലെ തന്നെയാണ് TDPയുടെ കാര്യം. TDPയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ BJPക്ക് നേരെ എതിരാണ്. JDU എന്നതുപോലെ TDPയും ജാതി സെൻസസിനെ അംഗീകരിക്കുന്ന പാർട്ടിയാണ്. മാത്രവുമല്ല, അതും കടന്ന് മുസ്ലിം സംവരണം എന്നത് TDPയുടെ പ്രഖ്യാപിത മുദ്രാവാക്യമാണ്. BJPക്ക് അത് കേട്ടാൽ ഹറാമാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പൊ അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് വലിയ ഫണ്ട് വേണം, ഞങ്ങളുടെ തലസ്ഥാനം ഉണ്ടാക്കണം, അതുകൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ വേണം, വലിയ തോതിൽ ഫണ്ട്, അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാക്കാൻ TDP ആവശ്യപ്പെടും. കാരണം ഫണ്ട് വികസനമൊക്കെയാണല്ലോ അവനവന് പൈസ കിട്ടാനുള്ള വഴി. അതുകൊണ്ട് തീർച്ചയായും ആവശ്യപ്പെടും. വലിയ സമ്മർദ്ദം TDP ചെലുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവർക്കൊരു മന്ത്രിയെ കിട്ടുന്നേക്കാൾ എത്രയോ പ്രധാനമാണ്, അല്ലെങ്കിൽ അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ കിട്ടുമെന്ന് പറയുന്നു, അതൊന്നും വലിയ കാര്യമല്ല, വളരെ ചെറിയ കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഇത്തരത്തിൽ വലിയ ഫണ്ട് അവരുടെ തലസ്ഥാന നിർമ്മാണത്തിനും ആന്ധ്രയുടെ വികസനത്തിനും പ്രത്യേക ഫണ്ട് വേണമെന്നാവശ്യപ്പെട്ടാൽ വീണ്ടും പഴയ പ്രശ്നങ്ങൾ വരും. പാർക്കൊക്കെ പ്രത്യേക ഫണ്ട് കൊടുക്കണം. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് തന്നെ കൊടുക്കണ്ടേ? രാജസ്ഥാനോ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ മധ്യപ്രദേശോ ഒക്കെ പിന്നോക്ക സംസ്ഥാനങ്ങളാണെന്ന് പറയും. അവരൊക്കെ ആവശ്യപ്പെടും അത്. പിന്നെ അവർക്ക് കൊടുത്താൽ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാവും. അപ്പൊ തീർച്ചയായിട്ടും മോഡിയെ വളരെ പ്രത്യേക രീതിയിൽ ഒരു ചെക്ക്മേറ്റിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ നീക്കം. അത് ഉടനെ ഒന്നും മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ ഇവരൊക്കെ ഇവരുടെ തനിനിറം പുറത്തു കാട്ടും. വലിയ അസ്ഥിരതയിലാണ് ഇപ്പോഴത്തെ NDA സർക്കാർ ഇരിക്കുന്നത്. മോഡിക്ക് പഴയതുപോലെ എന്തും ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് JDUവിന്റെ പ്രമേയം കാണിക്കുന്നത്.